പരിപ്പും പാലക് വെച്ചിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുമുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്തിട്ട് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടയേണ്ട പരിപ്പ്. നമ്മളിനി അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്തിട്ട് തരിതരിപ്പായി അരച്ചിട്ടാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ആ ഒരു സമയത്ത് കുറച്ച് പാലക് ചീര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്കറിയാം പാലക് ചീര എന്ന് പറയുന്ന ഒരുപാട് അയൺ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണിത്. അപ്പോൾ നമ്മളിതൊരു ഏകദേശം 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയാക്കാം. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് തേങ്ങയും കൂടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി.